എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആങ്കറിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം അനുമോളെ കുറിച്ച് ആങ്കർ ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരുന്ന് എല്ലാം നല്ലതാണെന്ന് പറയേണ്ട ആവശ്യം ആ ഗതികേടും എനിക്കില്ലല്ലോ. എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആങ്കർ എന്ത് ചോദിക്കുന്നോ അതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇന്റർവ്യൂവിന് എനിക്ക് നല്ലപോലെ പൈസ കിട്ടുന്നുണ്ട്, അത് കാരണം എനിക്ക് എന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 7 ജനഹൃദയങ്ങളിൽ അറ്റ്ലീസ്റ്റ് ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ മിന്നും തരമായി മാറിയ കട്ടപ്പ എന്നറിയപ്പെടുന്ന ശൈത്യയും ആദിലയും നൂറയും തമ്മിൽ അങ്ങോട്ട് പിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആദിലയും നൂറയും ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ ശൈത്യയെ അൺഫോളോ ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നല്ല കാര്യം, പിള്ളേർ രക്ഷപ്പെട്ടു. ഇപ്പോഴായിരിക്കും അവരും ശൈത്യയുടെ തനിക്കുടം കണ്ടത്, പുറത്തിറങ്ങിയ എപ്പിസോഡൊക്കെ കണ്ടപ്പോഴേ. പിന്നെ നമ്മുടെ ഫിനാലിലേക്ക് ശൈത്യയുടെ മുഖം നമ്മുടെ സൂം ചെയ്ത് ഏഷ്യാനെറ്റുകാർ നമ്മളെ കാണിച്ചല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനെ അടുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാളുമെന്ന്. അതുകൊണ്ടായിരിക്കാം അൺഫോളോ ഒക്കെ ചെയ്ത് ദൂരെ കളഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ഒരു സൈഡിലൂടെ ആ ഒരു കഥ പോകുന്നു. ഇപ്പുറത്തെ സൈഡിലൂടെ നമ്മുടെ ആർജെ ബിൻസിമോള്, എൻ്റെ പൊന്നു ബിൻസിമോളെ, എന്താ ബിൻസി കൊച്ചിൻ്റെ പ്രശ്നം എന്താ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. അതുൽ വ്ളോഗ്സിൻ്റെ ഒരു വീഡിയോ അടിയിൽ പോയി കമന്റ് ഇട്ടേക്കുന്നു, നീയൊക്കെ എന്നെ വിട്ട് ജീവിക്കുമല്ലേടാ, കണ്ടന്റ് അല്ലേടാ. എൻ്റെ പൊന്നുമോളെ, നീ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി, അതായത് റീ എൻട്രിക്ക് ശേഷം ഫിനാലേക്ക് ശേഷം നീ പുറത്തിറങ്ങിയിട്ട് എത്ര ഇന്റർവ്യൂ നീ കൊടുത്തു? ഇന്റർവ്യൂ കൊടുത്തതിലല്ല, കയറിയിരുന്ന അനുമോളെ നീ എന്തൊക്കെ വിളിച്ചു കൂവി പറഞ്ഞു? എന്തൊക്കെ നീ പറഞ്ഞു? നീ നല്ല കാശും മേടിച്ചിട്ടില്ലേ? ഞാനല്ലത് പറയുന്നത്, നീ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ നല്ല രീതിയിൽ കാശ് മേടിച്ചിട്ടുണ്ട് ഇന്റർവ്യൂ കൊടുത്തപ്പോഴെന്ന്. അല്ല, ആ കാശിന്റെ ഒരു എന്താ കുന്തളിപ്പിലോ അല്ലെങ്കിൽ ആ കാശ് കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ചിട്ടാണോ നീ കുത്തിയിരുന്ന് എല്ലായിടത്തും കയറിയിരുന്ന അനുമോളെ അവരയച്ചുകൊണ്ടിരുന്നത്? അത് നിനക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. നിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ അത് റിയാക്ട് ചെയ്തവരൊക്കെ പ്രശ്നക്കാര് അല്ലയോ? അത് അത്ര നല്ലൊരു പരിപാടി അല്ലല്ലോ ബിൻസിമോളെ. ജനങ്ങൾ എന്താ ബിൻസിമോളെ പറ്റി പറയുന്നതെന്ന് ബിൻസിമോക്ക് അറിയണ്ടേ? മാമൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ആദില നൂറ ശൈത്യ ഒരു പോസ്റ്റ് ഞാൻ കണ്ടതാണ്. ശൈത്യയുടെ തനി നിറം മനസ്സിലാക്കി ആദില നൂറ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ശൈത്യയെ അൺഫോളോ ചെയ്ത് ആദിലയും നൂറയും. നമ്മുടെ ശൈത്യക്കുട്ടിയുടെ ഒരു സ്റ്റോറി ഞാൻ കണ്ടു. സംഭവം ഇതാണ്: ഇഫ് ഗോഡ് റിമൂവ്ഡ് someone from your life and it hurts, remember it would have hurt even more if they had stayed. God sees what you cannot. പൊന്നുമുള്ള ശൈത്യക്കുട്ടി, ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായത്, ഓക്കെ, ആ വാർത്ത നമ്മൾ കണ്ടത്, അതായത് ശൈത്യം അവർ വേർപിരിഞ്ഞു അല്ലെങ്കിൽ അൺഫോളോ ചെയ്തു എന്നൊക്കെ പറയുന്നത് ചുമ്മാ ഒന്നുമല്ല. ആ ദിവസം തന്നെയാണ് നമ്മുടെ കുട്ടൻ ശൈത്യക്കുട്ടൻ ഈ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിരിക്കുന്നത്. എന്തെങ്കിലും ചെറിയ ഇഷ്യൂ കാണുവടേ അവർ. ഞാൻ പറഞ്ഞില്ലേ, അതിലെ നൂറയൊക്കെ പുറത്തിറങ്ങിയ എപ്പിസോഡൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ശൈത്യമോളുടെ തനിക്കുണം എന്താണെന്നും. ശൈത്യമോൾ ഇതിന് മുമ്പും പല വേദികളിൽ ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടാതെ വരുമ്പോഴത്തേക്ക് തലകറങ്ങി വീഴുന്നതും സങ്കടം കാണിക്കുന്നതും കുശുമ്പും കുന്നായ്മയൊക്കെ നല്ല കനത്തിലുള്ള ഒരു കുട്ടിയാണ്. അതിനെ അടുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാവും. നമ്മുടെ ഒരു വൈബിന് അത് വേണ്ട എന്ന് തോന്നിയിട്ടായിരിക്കാം ചിലപ്പോൾ എടുത്ത് ദൂരെ കളഞ്ഞത്. അതിനകത്ത് നമുക്ക് ഒരിക്കലും അതിലെ നൂറേം കുറ്റം പറയാൻ പറ്റത്തില്ല. അതൊരു കാര്യം. അപ്പം അവരുടെ ആ കേസ് തീർന്നേ പോട്ടെ. ഇനി ബിൻസിമോളുടെ ഈ ക്ലിപ്പ് ഒന്ന് നിങ്ങൾ കണ്ടേ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എന്നെ കുറ്റം പറഞ്ഞ് ഇന്റർവ്യൂ കൊടുത്ത് ജീവിക്കുന്ന ചേച്ചി മോളെ, അത്ര ദാരിദ്ര്യം ഗതികേട് എനിക്കില്ല. എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആങ്കറിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം അനുമോളെ കുറിച്ച് ആങ്കർ ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരുന്ന് എല്ലാം നല്ലതാണെന്ന് പറയേണ്ട ആവശ്യം ആ ഗതികേടും എനിക്കില്ലല്ലോ. എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആങ്കർ എന്ത് ചോദിക്കുന്നോ അതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇന്റർവ്യൂവിന് എനിക്ക് നല്ലപോലെ പൈസ കിട്ടുന്നുണ്ട്, അത് കാരണം എനിക്ക് എന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ കാശ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആങ്കർ അനുമോളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങ് പറയും ഉത്തരവെല്ലാം. അതായത് കുത്തിയിരുന്ന അനുമോളെ അവരാധിക്കും. മോളെ, നിന്നെക്കാട്ടിലും കൂടുതൽ പല ഓൺലൈൻ മീഡിയ ചേട്ടന്മാർ നമ്മുടെ ശൈത്യയോട് ചോദിക്കുമായിരുന്നു അനുമോളെ പറ്റി. പലപ്പോഴും എനിക്ക് പറയാൻ താല്പര്യമില്ല എന്നങ്ങ് പറഞ്ഞ് മറ്റേ വിട്ടുപോകുന്ന ശൈത്യ നമ്മൾ കണ്ടിട്ടുണ്ട്. ശൈത്യക്ക് ഇച്ചിരി പുത്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുത്തിയൊന്നും കാണത്തില്ല. പക്ഷെ നല്ല തെറി കേട്ടോണ്ടിരുന്ന സമയത്തായിരുന്നു ഓൺലൈൻ മീഡിയ ചേട്ടന്മാർ ഈ ചോദ്യം കൊണ്ട് നമ്മുടെ ശൈത്യം എടുക്ക ചെന്നത്. കൊച്ചിനറിയാം വാ തുറന്നു കഴിഞ്ഞാൽ നല്ല തന്തയ്ക്ക് വിളി കിട്ടുമെന്ന്. മിണ്ടിയിട്ടില്ല. ചിലർക്കൊക്കെ ഇരുന്ന് അവരയച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ മോളെ, അതിനെക്കാട്ടിലും ലജ്ജിക്കുന്ന പരിപാടിയാണ് നീ ഇരുന്ന് ചെയ്തത്. കാരണം എത്ര ഇന്റർവ്യൂ നീ കൊടുത്തു, എല്ലായിടത്തും അനുമോളെ പോയിരുന്ന അവരയച്ചുകൊണ്ടിരിക്കുക. എന്ത് കാര്യത്തിന്? ആ ഷോ കഴിഞ്ഞില്ലേ? പിന്നെയും ആ ഒരു പെൺകുട്ടിയെ പറ്റി ചോദിക്കുമ്പോൾ ഇല്ല ചേട്ടാ എനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോകേണ്ടടത്ത് നീ കുത്തിയിരുന്ന് അവരാധിച്ചു. എന്തുകൊണ്ട്? ഏത് ചാനലൊക്കെയാണോ നിന്നെ വിളിച്ചത് അവർക്ക് കണ്ടന്റ് വേണം, മനസ്സിലായില്ലേ? അവരുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അനുമോളെ പറ്റി കുറ്റം പറയുന്നതാണ് അവരുടെ കണ്ടന്റ്. അതിനകത്ത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല.
നീ ബുദ്ധിപൂർവ്വം അവരത് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല എനിക്കിത് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴുകി പോകുന്നതിന് പകരം നീ എന്ത് ചെയ്തു? അവിടെ ഒഴിഞ്ഞു മാറി പോകുന്നതിന് പകരം നീ എന്ത് ചെയ്തു? കിട്ടിയ ചാൻസ്, അനുമോളെ ഇട്ട് കുത്താൻ കിട്ടിയ ചാൻസ് കാശും മേടിച്ചിരുന്ന് അവരായിച്ചു. നീ മനസ്സിലായില്ലേ? ഇത് ചെയ്തതാണ് നീ, ഇല്ലാന്ന് നീ പറയരുത്. ഈ നിനക്ക് നിന്റെ ഒരു ക്ലിപ്പ് വരുമ്പോൾ ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോൾ എന്തിനാണ് മോളെ ഇത്ര കൊള്ളുന്നത്? ഇല്ലാത്ത കാര്യങ്ങളൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നിന്റെ ആ ഒരു ക്ലിപ്പ് വെച്ച് റിയാക്ട് ചെയ്തപ്പം ഞാൻ ഒരു രീതിയിലും നിന്നെ മോശമാക്കി സംസാരിച്ചിട്ടില്ല. എൻ്റെ ഒരു വിശ്വാസമാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ആ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമുണ്ട്, ബിൻസി എന്ന് പറയുന്ന വ്യക്തി അവരുടെ ദേഹത്ത് അപ്പാനി എന്ന് പറയുന്ന ഒരാൾ തൊട്ടപ്പോൾ ബിൻസിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കാ ഇത്ര കുഴപ്പം? നമുക്ക് അതിനകത്ത് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു പരിധിയിൽ കൂടുതൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ തൊട്ടത് നമ്മൾ കണ്ണിലൂടെ കാണുമ്പോഴത്തേക്ക് ഇവളകത്തിരുന്ന് മറ്റേ വലിയ ഡയലോഗ് അടിച്ച ടീമല്ലേ, ഇവള് ഇങ്ങനൊന്നും അയാൾ തൊട്ടപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ആ തൊടല്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ വിമർശിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ ക്ലിപ്പൊക്കെ ആരാടെ എടുക്കുന്നത്? അത് ചെറിയൊരു കാര്യമൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ പൊന്നെ ക്യാമറ കണ്ണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്യാമറ കണ്ണോ? സമ്മതിക്കണം. അത് ഏതൊരാണെങ്കിലും അവനെടുത്ത് പുറത്ത് വിട്ടു. പിന്നെ മോക്ക് വിഷമോ ഇല്ല എന്നൊന്നും മോള് പറയരുത്, അത് വേറെ കാര്യം കേട്ടാ. മോളുടെ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ അതുലിന്റെ കമന്റ് ബോക്സിൽ മോള് പറയുന്നത് മോക്ക് വിഷമോ ഇല്ലെന്നാണ്. അത് ജനങ്ങൾ കുറെ പേരെങ്കിലും വിശ്വസിക്കുമായിരിക്കും, പക്ഷെ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അറിഞ്ഞത് കൊച്ചിന് നല്ല വിഷമം ഉണ്ടെന്ന് തന്നെ ഇങ്ങനെ പറച്ചിൽ കേട്ടു ചില ആൾക്കാർ വഴി. നമുക്കറിയത്തില്ല സത്യമാണോ എന്ന്. എന്താണെങ്കിലും മോളെ ഇങ്ങനൊരു ക്ലിപ്പ് വരുമ്പോൾ ആൾക്കാരത് റിയാക്ട് ചെയ്യും, ആൾക്കാരത് ചർച്ചാ വിഷയമാക്കും. മനസ്സിലായില്ലേ? അതിന് ഇത്ര പൊള്ളിയിട്ട് കാര്യമില്ല. അങ്ങനെ പൊള്ളരുതായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യം നീ ഉണ്ടാക്കിയതായിരുന്നു. പിടികിട്ടിയോ? ആ ഒരു ടച്ച്, അത് മേ ബി ഇറ്റ്സ് ബാഡ് ടച്ച് ഓർ ഗുഡ് ടച്ച്, എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷെ അത് കാണുന്നവർ അങ്ങനെ ഒരു സാധനം കാണുമ്പോൾ എന്താണെങ്കിലും എടാ ഇതെന്താടാ ഇങ്ങനെ എന്നൊരു സാധനം ചോദിക്കും മോളെ. പിടികിട്ടിയോ? പ്രത്യേകിച്ച് നീ റീ എൻട്രി സമയത്ത് അയ്യോ എന്നെ അവൻ അങ്ങനെ ചെയ്തില്ല, ഞങ്ങൾ കയ്യും പിടിച്ചിരുത്തപ്പോഴത്തേക്ക് അവൾ ഇങ്ങനെ പറഞ്ഞു, അവൾ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നീ വലിച്ചു കീറിയതല്ലേ അവളെ കുറെ. അപ്പോൾ ആരും കാണാത്തൊരു സാധനം, അത് 100 പേര് കാണുന്നൊരു ഒരു പ്ലാറ്റ്ഫോമിൽ അവിടെ നിങ്ങൾ കയ്യും പിടിച്ചിരുന്നത് കുഴപ്പമില്ല. അതിനെയാണ് എല്ലാവരും എടുത്ത് വിമർശിച്ചപ്പോൾ നീ ചൂടായിക്കൊണ്ട് വന്നത്. ഇതാരും കാണാതെ അവൻ ചെയ്തതാ. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ആൾക്കാർ ഒരു ക്യാമറ അവിടെ ഇല്ല, ഏതോ ഒരുത്തൻ ഒളി ക്യാമറ വെച്ച് പിടിച്ചു, അങ്ങനെ തന്നെ ഞാൻ പറയും. അതിനകത്താ കുടുങ്ങിയത് ഇത്. അപ്പൊ എന്താണെങ്കിലും ചർച്ച ചെയ്യപ്പെടും. അതിന് നീ ഇങ്ങനെയുള്ള കമൻ്റൊക്കെ, അതുളുടെ ഒരു വീഡിയോ ഇന്നലെ അവൻ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോയിൽ വന്നിട്ടിരിക്കുന്ന ഒരു കമൻ്റാണ് നമ്മുടെ ആർജെ ബിൻസി മോളിനെയും. അതും അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന, അതായത് ബിൻസിക്കുള്ള കുറേ കമൻറ്റുകളുണ്ട്. അതും കൂടെ നമുക്ക് ചർച്ച ചെയ്തേ പറ്റുള്ളൂ, സംസാരിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ച് തരണം. കഥ പറയുന്ന ആരാന്ന് കണ്ടല്ലോ, നമ്മുടെ അതുലേട്ടനാണ് കഥ പറയുന്നത്. അതുലേട്ടൻ വെച്ച് കീറിയിട്ടൊന്നുമില്ല, അതുലേട്ടൻ മാന്യമായിട്ട് സംസാരിച്ച്. ബിൻസി ഇട്ടിരിക്കുന്ന കമൻ്റാണ്, ഉളുപ്പില്ലാത്ത കുറേ എണ്ണം ഇതുപോലെ മറ്റുള്ളവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുന്നു. അവൻ്റെ തംബ്നെയിൽ കണ്ടില്ലേ എടാ, ഇമാതിരി ഊളത്തരം കണ്ട് ഞാൻ കരയത്തില്ല, കഷ്ടം. എനിക്കൊക്കെ റിയാക്ട് പോലും ചെയ്യാൻ താല്പര്യമില്ല, എയറിലാണേലും ഇല്ലേലും ഐ ഡോണ്ട് കെയർ. ഓക്കെ ചേച്ചി, ജനങ്ങൾ അതിന് മറുപടി തന്നിരിക്കുന്നത് നോക്കാം നമുക്ക്. ആഹാ, ആ കരച്ചിൽ കേൾക്കാൻ എന്താ ചോകം. റിയാക്ട് ചെയ്യില്ല പോലും. പിന്നെ ഈ കമൻ്റ് ഇട്ടത് ചാച്ചനായിരിക്കും. ഞാൻ ഇടാൻ വന്ന കമൻറ്റ് ബുദ്ധിയും ബോധവും കൂടുതൽ ഉള്ളത് കൊണ്ട് റിയാക്ട് എന്ന് വെച്ചാൽ ബിൻസി ചേച്ചിക്ക് റിയാക്ടിങ് വീഡിയോ ആണ്. കുറേ കമൻറ്റുകളുണ്ട് കേട്ടോ, ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. കുറേ ഉണ്ട്, എല്ലാം വായിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് തികയത്തില്ല പ്രിയ സുഹൃത്തുക്കളെ. അതിന് മാത്രം ജനങ്ങൾ എടുത്തു വെച്ച് ഉടുക്കുന്നുണ്ട് ആർജെ ബിൻസിക്കുട്ടിയെ. ആർജെ ബിൻസിക്കുട്ടി, ഇത് നീ അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ നാക്കിന് നീ ഇത് അർഹിക്കുന്നുണ്ട്, അങ്ങനെ തന്നെ ഞാനും പറയത്തുള്ളേ. എന്താ ചന്ത ബിൻസി ഓൺ സ്റ്റേജ്. ബിൻസി നിനക്ക് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, അതില്ലെന്നറിയാം. നീയും അനുമോളെ വെച്ചല്ലേ ഇത്രയും നാൾ കണ്ടന്റ് ഉണ്ടാക്കിയത്. കർമ്മ, അത്രേ ഉള്ളു മോളെ എനിക്കും പറയാൻ. കമൻറ്റ് ഇവിടെ ഇങ്ങനെ പൊക്കോട്ടെ, താല്പര്യമുള്ളവർക്ക് വായിക്കാം, ഞാൻ കൂടുതൽ ഇനിയും വായിക്കുന്നില്ല. ബിൻസി, ഇതൊക്കെ ഒരു കർമ്മയാണ്, മനസ്സിലായില്ലേ? നീ 1-1.5-2 ആഴ്ച നീ ചെറുതൊന്നും അല്ല, എല്ലായിടത്തും പോയി അനുമോളെ പറ്റി തന്നെയും പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാ നീ. നീ കർമ്മ, അത്രേ പറയാനുള്ളൂ. ഇപ്പൊ ഈ ഞങ്ങളൊക്കെ നിന്നെ എടുത്ത് വെച്ച് ഉടുക്കുന്നുണ്ടല്ലോ, കർമ്മ എന്ന് പറയുന്ന സാധനം നമുക്കും കിട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. എന്തെങ്കിലും അത് ഏത് രീതിയിലായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാത്തിനും കിട്ടും. മറ്റൊരാളുടെ കുറ്റം വരുന്നത് നമ്മൾ പറയുമ്പോഴത്തേക്ക്, കുറ്റമെന്നല്ല സത്യം പറഞ്ഞാൽ ഇതിനെ പറയേണ്ടത്, നമ്മൾ ആരുടെയും വീട്ടിൽ ചെന്നിട്ട് അയാളുടെ വീട്ടിൽ നടക്കുന്ന കാര്യം എടുത്തു വെച്ചിട്ട് കുറ്റവും കുറവും വെച്ച് 100 പേരോട് പറയുന്നില്ല. ഞാൻ ചെയ്യുന്നില്ല. എനിക്കറിയാവുന്ന ചുരുക്കം ചില ആൾക്കാരുണ്ട്, അവരും അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല.
മനസ്സിലായില്ലേ? അവരെല്ലാവരും ചെയ്യുന്നത് എന്താ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നത് എന്താ, സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനം ചർച്ച ചെയ്യപ്പെടുന്നു. ഇതിപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ, അതിനകത്ത് നീയൊക്കെ കാണിച്ച കാര്യങ്ങൾ, അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റിനെ അയാൾ പുറത്തിറങ്ങിയിട്ട് ഒരാളെയും പറ്റി ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല. അയാളോട് ചോദിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല ചേട്ടാ, കളി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നീയൊക്കെ അയാളെ ഇരുത്തി ഉണ്ടാക്കൽ, നീ പറഞ്ഞ കണക്കിത് വലിയ കഥകളൊക്കെ ഉണ്ട് കണ്ടല്ലോ നിങ്ങൾ. നീയൊക്കെ ഉണ്ടാക്കൽ, അയാളെ വിറ്റ് കാശാക്കുന്നത്. ജനങ്ങൾ തന്നെ പറയുന്നു നീ കുറെ ഉണ്ടാക്കിയില്ലേ അനുമോളെ വെച്ച്. നീ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂവിന് നിനക്ക് കാശും കിട്ടിയിട്ടുണ്ട്. ആ നിനക്ക് പൊളിയേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? പൊളിഞ്ഞാലും ആരും ഡോണ്ട് കെയർ. ആ ഒരു സാധനം ആൾക്കാർ കെയർ ചെയ്യത്തില്ല നിന്നെ പറ്റി. അതാണ് നീയായിട്ട് തന്നെ റീ എൻട്രി എഫക്റ്റ്. എൻ്റെ പൊന്നുമോളെ ഇനിയെങ്കിലും ഒന്നും മിണ്ടാതിരി, അല്ലെങ്കിൽ എന്നും വാങ്ങിച്ച് കിട്ടും. നിന്റെ നാക്കു തന്നെയാ നിന്റെ ശാപം. അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ കുറച്ച് നാൾ പോയി മിണ്ടാതിരിക്കുക. നമ്മുടെ കട്ടപ്പ ചെയ്ത പോലെ, അല്ലെങ്കിൽ ശരിക്കും നാറും. സത്യം കട്ടപ്പ മിണ്ടാതെ ഓടിയില്ലേ, അതുപോലെ ബിൻസിമോള് മാറി അങ്ങ് ഇരിക്കുക. അതാണ് ബിൻസിമോക്ക് നല്ലത്. ഇല്ലെങ്കിൽ മോള് വീണ്ടും നാറും. ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ, ഐ ഡോണ്ട് കെയർ ഒക്കെ കൊള്ളാം. റീ എൻട്രി ടൈമിൽ ഐ ഡോണ്ട് കെയർ കണ്ടില്ലല്ലോ, അത് അപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇമ്മാതിരി ആവില്ല. ശരിക്കും ചന്ത ബിൻസി, സത്യമല്ലേ? റീ എൻട്രിക്ക് കയറിയിട്ട് എന്തൊക്കെയായിരുന്നു ബിൻസിമോളുടെ. ഇപ്പം എന്ത് പറ്റി? സി, ഇഫ് യു ഡോണ്ട് കെയർ, കമൻറ്റ് പോലും ഇടാൻ വരരുത്. ഒരാളുടെതിനകത്തും കമൻറ്റ് ഇടാൻ വരരുത്. നിങ്ങൾ തന്നെ വന്ന് നിങ്ങളുടെ വീണ്ടും മറ്റേ ഇരിക്കുന്ന സ്ഥലം കുഴിച്ചോണ്ടിരിക്കുകയല്ലേ, കണ്ടന്റ് ഉണ്ടാക്കുവാണെന്ന് നീയൊക്കെ. പിന്നെ നീ ഉണ്ടാക്കിയത് മൊത്തം എന്താ, അമ്പഴങ്ങയാ? ആൾക്കാരുടെ കമന്റ് നോക്ക്. നീ ഇതൊക്കെ വായിക്കണം. നിന്റെ RJ ബിൻസി വ്ളോഗ്സ് എന്ന് പറഞ്ഞ നിന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് നീ ആ കമന്റ് ഇട്ടിരിക്കുന്നത്. നിനക്ക് റിപ്ലൈകൾ വരുന്നുണ്ടല്ലോ, നീ ഈ റിപ്ലൈകളൊന്നും ഇരുന്ന് വായിച്ചു നോക്കൂ ബിൻസി. അറ്റ്ലീസ്റ്റ് പ്ലീസ് കുറച്ച് വോട്ടെങ്കിലും ജനങ്ങൾ നിനക്ക് തന്നിട്ടുണ്ടായിരിക്കുമല്ലോ ഒരാഴ്ച 2 ആഴ്ച നിൽക്കാനായിട്ട്. ഒന്നും വേണ്ട, നിന്റെ വായ്ത്താളം ഇരുന്ന് ഇന്റർവ്യൂ മൊത്തം കേട്ടില്ലേ, അവരത് കേൾക്കുന്നുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് നിന്റെ തെറി പറയാനാണെങ്കിലും അതിൻ്റെ ഒരു നന്ദി നമ്മളോടൊന്നും കാണിക്കണ്ട, ജനങ്ങളോട് കാണിക്കും. മനസ്സിലായില്ലേ? അവർ ഈ റിപ്ലൈ തരുന്നത് നീ ഒന്ന് വായിച്ചു നോക്ക്. നിങ്ങൾ കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ. ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഇപ്പോഴും ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. സഹോദരി, ഇനിയെങ്കിലും ഈ പരിപാടി നിർത്ത്. ജനങ്ങൾ പറയുന്നത് കേട്ടോ RJ ബിൻസി, കേട്ടോ? നീ നമുക്ക് വില തരണ്ട. വീണ്ടും ഞാൻ പറയുന്നു, ജനങ്ങൾക്ക് വില കൊടുക്ക്. അവർ പറയുന്ന ഒന്ന് ഇത്രയും പേര് നിനക്കെതിരെ പറയുന്നുണ്ടെങ്കിലോ, ഇത്രയും പേര് നിന്റെ വീഡിയോ, ഞാൻ വീണ്ടും പറയുന്നു, നമുക്കറിയത്തില്ല. അത് നിനക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് അവനെ വലിച്ചു കീറാം. പക്ഷെ അതുവരെ നീ അതിനെപ്പറ്റി ഒന്നും പറയാത്തോടത്തോളം കാലം നമുക്കൊരു പരിധി കൂടുതൽ അതിനകത്ത് സംസാരിക്കാനില്ല. പക്ഷെ അതും കണ്ടിട്ട്, നീ കാണിച്ചു വെച്ചേക്കുന്ന പലതും കണ്ടിട്ട്, നിന്റെ ഇന്റർവ്യൂകളും കണ്ടിട്ടിരിക്കുന്ന ജനങ്ങളുടെ അടുക്ക് വന്നിട്ട് അയ്യേടാ പോടാ എന്ന് പറഞ്ഞാൽ, നീയൊക്കെ കാശുണ്ടാക്കുക അല്ലേടാ എന്ന് എന്നെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട് പറഞ്ഞാൽ ആൾക്കാരെല്ലാവരും കൂടെ നിന്നെ എടുത്ത് ഉടുക്കും. അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ RJ ബിൻസി കരഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ കരയുന്നില്ല എന്ന് പറഞ്ഞാലും മനസ്സുകൊണ്ട് നിനക്ക് വിഷമം കാണും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പരിധി കൂടുതൽ നീ അങ്ങനെ വിഷമിക്കുന്നതിനകത്ത് എനിക്ക് കഴിഞ്ഞു പോയ കേസായത്. പറഞ്ഞില്ലേ, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞു, ഒരു ഗെയിം ഷോ ആയിരുന്നു, അത് കഴിഞ്ഞു. അതിൻ്റെ പേരിൽ ഇപ്പോഴും നീ സങ്കടപ്പെടുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല, ഞാൻ യോജിക്കുന്നില്ല അത്. പക്ഷെ നീ തന്നെയാണ് മോളെ, നീ തന്നെയാണ് ബിൻസിക്കുട്ട നിന്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു നിമിഷം നീ ഒന്ന് മനസ്സിലാക്കി, നിന്റെ ഈ കയറി ഇരുന്നിട്ടുള്ള കഥ പറച്ചിൽ അത് നീ അങ്ങ് നിർത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ RJ ബിൻസിക്കുട്ട നിനക്ക്. മനസ്സിലായില്ലേ? ഇപ്പോൾ നീ ജസ്റ്റ് ഒന്ന് ക്വിറ്റ് ചെയ്യുക ഈ പരിപാടി. ഈ അവിടെ ഇവിടെ ചെന്ന് ഈ വീഡിയോകൾ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ സംസാരിക്കും. നീ തിരിച്ച് റിപ്ലൈ കൊടുക്കായിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ വരത്തില്ലായിരുന്നു, ഉറപ്പായിട്ടും വരത്തില്ലായിരുന്നു. ഞാനത് ടോപ്പിക്ക് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ള പറഞ്ഞു വിട്ടതാ. അതിൻ്റെ ഇടയ്ക്ക് നീ പിന്നെ ഇതേ കൊണ്ട് ഇറങ്ങി ഇങ്ങനത്തെ പരിപാടി കൊണ്ട്. ഉറപ്പായിട്ടും ഇതിപ്പോൾ അതിലും ചെയ്യും, ഉറപ്പായിട്ടും അതിലും വീഡിയോ ചെയ്യും. ഇതുപോലെ നീ വീണ്ടും അടുത്ത വീഡിയോയ്ക്ക് വന്ന് കമൻ്റ് ഇടും. മോളെ, പ്രൊവോക്കിംഗ് ഗെയിം ബിഗ് ബോസിനകത്ത് മതി. പുറത്തിറങ്ങിയിട്ട് ഈ ആവശ്യമില്ലാത്ത ഡയലോഗുകൾ അടിച്ച് പ്രൊവോക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കും. അത് നിനക്ക് തന്നെ ദോഷമായിട്ട് മാറുകയുള്ളൂ. കാരണം ക്ലിപ്പുകൾ ഇറങ്ങിയതാണ്, മനസ്സിലായില്ലേ? കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഈ കൊച്ചിനോട് എന്താ നമുക്കിനി പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറ. എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഞാൻ പറഞ്ഞു. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.